എന്റെ ശബ്ദം വ്യക്തമാണോ? എക്കോ സൗണ്ട് വ്യക്തമാണോ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെറുതായ ദൈവത്തിന്റെ പ്രതിമയും തത്വത്തിന്റെ മുദ്രയും സകല സൃഷ്ടികളിലും ആദിജാതനും ഏകജാതനുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ രഹബോത്ത് സൂപ്പർ നാച്ചുറൽ പ്രയർ എന്ന് പറയുന്ന പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത പ്രിയ സഹോദരി ഇന്ദുലേഖ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹ നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തെ ഇങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിൽ ഞാൻ ചെയ്യുന്നത്. അതിന്റെ അപര്യാപ്തതകൾ ഉണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇവിടെ റേഞ്ചിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വൈഫൈയുടെ ക്രമീകരണങ്ങൾ ഇപ്പൊ അടുത്തിടെ തന്നെ ചെയ്യുവാനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി ഇങ്ങനെ ഒരു ക്രമീകരണം പറഞ്ഞ് പ്രസംഗിക്കണം, ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ നിയോഗമാണെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് മധ്യയായിരിക്കുന്നത്. എനിക്ക് ഈ ഡിവൈസിൽ ആരുടെയും മുഖങ്ങൾ വ്യക്തമല്ല, പലരും മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവൻ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നെന്നുള്ള ദൈവത്തിന്റെ ജീവിതത്തിൽ ഈ കേൾവി പലയിടങ്ങളിലേക്കും ക്ഷണിക്കുന്നതായിട്ട് ദൈവനാമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. അവൻ വളരെ വേഗത്തിൽ തന്നെ ദൈവവചന ഭാഗത്തിലേക്ക് തിരിക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കർത്താവിന്റെ ദാസിയിൽ നിമിത്തമായി കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ആരും ശ്രദ്ധ മറ്റു മേഖലകളിലേക്ക് തിരിക്കാതെ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഈ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാകുന്നെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാനും ആ ഒരു പ്രാർത്ഥന നിരതരായിരിക്കുവാനും കൂടാണ് ഞാൻ ഈ ഡിവൈസിൽ എന്റെ മുഖം കാണിച്ചുകൊണ്ട് വരുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാണ് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി പരിശുദ്ധാത്മാവ് പരിലസിക്കുവാൻ ആത്മാവിൽ ഒരു നിമിഷം ദൈവജനം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹായമല്ല, നമ്മുടെ സഹായം ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ദൈവം നമ്മുടെ സഹകരണം ആവശ്യപ്പെടുക. വിവിധ വ്യത്യസ്തങ്ങളായ ഡിവൈസുകളിൽ ഇരിക്കുന്ന ദൈവജനത്തോട് നിങ്ങളുടെ സഹായം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. രാത്രി നിങ്ങളുടെ സഹായമല്ല ആവശ്യം, നിങ്ങളുടെ സഹകരണം. പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ദൈവജനം അല്പസമയം, നമ്മുടെ സമയം അത് മുന്നോട്ട് പോകുന്നു, എന്നാൽ ആ സമയത്തിന്റെ കൃത്യതയ്ക്കുള്ളിൽ ദൈവവചനം സംസാരിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, ജീവനെ തന്നവനേ. Low battery, please charge. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, ജീവനെ തന്നവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന. പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. കർത്താവെ, ആഗ്രഹത്തോടെ ആവലോടെ ആർത്തിയോടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുന്ന രാത്രി സംസാരിക്കുന്ന നിമിഷങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വെളിപ്പാടുകളുടെ വാതിലുകളുടെ വാതായങ്ങൾ ഇതിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മയാണ്. അവൻ ജനം സന്തോഷിക്കത്തക്ക ക്രമത്തിൽ
ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പുതിയ ജീവൻ കർത്താവ് വെളിപ്പെടുത്തുന്ന ക്രമത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുന്നത് സ്തോത്രം. ബഹുമാനങ്ങളും യേശുവെ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ വേഗത്തിൽ തന്നെ ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ആമേൻ. നമ്മുടെ കരങ്ങളിലുള്ള വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 37-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വേദവചനമാണ് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവെന്ന രാത്രി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വേദവചനം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. ഇയ്യോബ് 37-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്നു അതിനെ തെളിവാക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. വളരെ സമയത്തിന്റെ ചില അതിന് കൃത്യതയിൽ അത് നിർത്തേണ്ടതായിട്ടുണ്ട്. പലരും പല ആവശ്യങ്ങളും അതുപോലെ പല സന്ദർഭങ്ങളിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു മിസൈൽ വിടുന്ന വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. നേരും നീതിയുമുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തനായ ഇയ്യോബിനോടുള്ള ബന്ധത്തില് അവൻ സ്തോത്രം രാം വംശത്തിൽ മൂസ്യനായ ബെറഖേലിന്റെ മകൻ ഏലീഹു എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു പ്രോഫസി വേർഡാണ് നമ്മൾ ഇന്ന് രാത്രി വായ്പാനിടയാക്കുന്നത്. ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 2-3 പേരെങ്കിലും ആ മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട് ഒരു ഹാലലുയോയോ ഒരു ആമേനോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ അതെനിക്കൊരു പ്രചോദനമായിരിക്കും, അതിനകത്തൊരു ഒഴുക്കായിരിക്കും. അതുകൊണ്ട് ആ മ്യൂട്ട് 1-2 പേരെങ്കിലും ഒന്ന് മാറ്റി ഒരു പ്രൈസിനോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അതൊരു ഈ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതിന് ഒരു വ്യക്തതയും കൂടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കാറ്റിനോട് സംസാരിക്കുന്നത് പോലെ ആയിട്ട് സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രതികരണം ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇയ്യോബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആരാ? ഇയ്യോബ് ഞാൻ പ്രാരംഭ ദശയിൽ ആവർത്തിച്ചതുപോലെ അവൻ നീതിയുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തൻ എന്നൊക്കെയുള്ള അറിവ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടും ശക്തി ഉള്ള വചനത്തിന്റെ ഭാഗങ്ങളിൽ വ്യക്തമാക്കി സംസാരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇയ്യോബ് ഒരു വലിയ ധനാഢ്യനായിരുന്നു. വലിയ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു അതിശക്തനായ ഒരു വ്യക്തിയായിരുന്നു. പണം കൊണ്ടും പ്രതാപം കൊണ്ടും എല്ലാ മേഖലകളിലും, ആത്മീയ മേഖലകൾ പോലും അതിശക്തമായ, കിടയുറ്റ, മികവുറ്റ, തികവുറ്റ, ഊർജസ്വലനായ ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്ര കണ്ട് ധനം ഉണ്ടായിട്ട് കൂടി തന്റെ മക്കൾ ദൈവസന്നിധിയിൽ നടന്ന് പാപം ചെയ്യുമെന്ന് അദ്ദേഹം ദിനം പ്രതി മക്കൾക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചൊരു വ്യക്തിയാണ് ഇയ്യോബ്. ഞാൻ ഇയ്യോബിനെ കുറിച്ച് ഹൈപ്പ് ചെയ്ത് മാത്രം പറയുന്നതല്ല, ഇതിനകത്തൊരു ദൂതിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കൈമാറണം. അതുകൊണ്ട് അതിന്റെ വളരെ സ്തോത്രം നിയോഗത്തോടുകൂടെയും സ്തോത്രം അതിന്റെ ആ ക്രമീകരണത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒരു സന്ദർഭത്തില് ഒരു പ്രതിസന്ധി, ഒരു രൂഢമൂലമായ ഒരു പ്രതിസന്ധി അങ്ങ് അരങ്ങേറി. നമുക്കറിയാം സ്തോത്രം ആർത്തട്ടഹസിക്കുന്ന സ്തോത്രം പോലെ സ്തോത്രം വീശിയടിക്കുന്ന കാറ്റ് പോലെ തന്റെ ജീവിതത്തിൽ അരങ്ങേറിയ ചില വിഷയങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെ അടിക്കപ്പെട്ട ചില കാറ്റ് പോലെയും അതുപോലെ ചില പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോയി എങ്ങനെ ആയിത്തീരും, ഏത് നിലവാരത്തിൽ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി ഈ വചനം ചിലർക്ക് റിക്കവർ ആയിത്തീരുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യോബ് ഇത്ര കണ്ട് ധനാഢ്യനായ വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ തനിക്കൊരു വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. സുഹൃത്ത് വലയം ബൈബിളിന്റെ ഭാഷയിൽ ഞാൻ പറയാം, ഏകദേശം ഒരു 3 വ്യക്തികളെങ്കിലും ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. തേമാന്യനായ എലീഫസ്, അതുപോലെ തന്നെ നയമാത്യനായ സോഫർ, ശൂഹ്യനായ ബിൽദാദ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രതിസന്ധിയുടെ നടുവില് ഈ എലീമാസും സോഫറും ബിൽദാദും ഒക്കെ
തന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയാണ്, തന്റെ കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയ്യോബിനെ എതിരെ സംസാരിക്കുമ്പോൾ വലിയ പ്രായമൊന്നുമില്ലാത്ത യൗവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഏലീഹു എന്ന പേരാണ്. നിങ്ങൾ ദയവായിട്ട് ഈ ശബ്ദം കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തന്റെ ഇടത്തോടെ പറയുന്ന കേൾക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ആമേ, സ്തോത്രം. അപ്പം എലീമാസ് എന്ന് പറയുന്ന എലീഹു എന്ന് പറയുന്ന വ്യക്തി രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുക. അത് ഏത് സാഹചര്യത്തിലാണ് ഏലീഹു രംഗപ്രവേശനം ചെയ്യുന്നത് പറഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ സകല വിഷയങ്ങളും പ്രതിസന്ധിയായപ്പോൾ സ്തോത്രം ഹല്ലേലൂയ മുച്ചോട് മുടിഞ്ഞ് തരിപ്പണമായി തകർന്ന് താവടിയായപ്പോൾ ഈ പറയുന്ന എലീമാസും സോഫറും ബിൽദാദും ഒക്കെ അകലങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോ തന്നോടൊരു ദൂത് പറയുവാൻ നാളിന്ന് വരെ ഈ തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഒരു ദൂത് പറയുവാൻ ഒരു പ്രൊഫറ്റ് പോലും വരാതിരിക്കുമ്പോൾ, ഒരു ഇവാഞ്ചലിസ്റ്റ് ഇല്ല, തന്റെ അടുക്കലേക്ക് സഹോദരൻ ഒരു അപ്പോസ്തലനില്ല, ഒരു ഇടയിലില്ല, ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഏലീഹു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ബൈബിൾ കേവലം ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഇതൊരു പ്രൊഫറ്റിക്കൽ സെക്ഷനാണ്. അതുകൊണ്ട് അത് നിങ്ങളോടുള്ള നിശ്ചയമായിട്ട് ഇത് നിങ്ങൾ കാതങ്ങൾക്കും മൈലുകൾക്കും അപ്പുറം നിങ്ങളായിരിക്കാം. സ്തോത്രം 7 കടലിന്റെ അപ്പുറമായിരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ഓടുന്ന വചനം അയച്ച് ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, തന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോ ഏലീഹു എന്ന് പറയുന്ന ഒരു യുവനക്കാരൻ ചെയ്തിട്ട് 36-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ 36-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഏലീഹു പിന്നെയും പറഞ്ഞു തുടങ്ങി, അല്പം ക്ഷമിക്ക്, ഞാൻ അറിയിച്ചു തരാം, ദൈവത്തിന് വേണ്ടി ഇനിയും ചില വാക്കുകൾ പറയാനുണ്ട്. ശ്രദ്ധിക്കണം, പുള്ളി ഒരു പ്രോഫറ്റ് അല്ല, ഏലീഹു ഒരു പ്രവാചകനല്ല. ബൈബിൾ ഏലീഹു ഒരു പ്രവാചകനെന്ന് പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ആലോചനയുടെ ഒരു നിയോഗത്തെ വിട്ടിട്ട് പറയാണ്, നീ അല്പം ക്ഷമിക്കുക യോബേ, വേണ്ടി എനിക്ക് ചില പറയുവാനുള്ളത്. ശ്രദ്ധിക്കണം, ഈ നമ്മൾ അനുഭവിക്കുന്ന ഞാൻ ഇച്ചിരി വളരെ ഫാസ്റ്റ് ആയിട്ട് പോവുക. കർത്താവിന്റെ ദാസി പറഞ്ഞിരിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഒരു 9:30 മണിക്കുള്ളിൽ നമ്മൾ ഇത് നിർത്തേണ്ടി വരും. സ്തോത്രം, എന്തോ നിയോഗം പോലെ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും പ്രതിസന്ധി നിൽക്കുമ്പോൾ ഏലീഹു എന്ന് പറയുന്ന വ്യക്തിയെ ദൈവാത്മാവ് പ്രവചനത്താൽ അങ്ങ് നിറയ്ക്കുക. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഞാൻ വലിയ ശുശ്രൂഷകനല്ലല്ലോ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ദൈവദാസനെ, എനിക്ക് ഒത്തിരി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സ്തോത്രം, ഒത്തിരി സ്തോത്രം കർത്താവിന് വേണ്ടി ആദരാളി പോരാടി കയറാൻ എനിക്ക് ആഗ്രഹമുണ്ട് അഭിഷിക്തനെ എന്ന് പറയുന്ന ഉൾത്തടങ്ങളിൽ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ന് രാത്രി മുതൽ നീ ഒരു വാഹിയായി ഒരു ദൈവത്തിന്റെ ആത്മാവ് നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ചിലർക്ക് വേണ്ടി ചിലതിലേക്ക് നീ ദൈവത്തിന്റെ ആത്മാവിൽ നിയോഗിക്കപ്പെടുന്ന നാൾവഴികളാണെന്ന് ആത്മാവിൽ രാത്രി ഇടപെടുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏലീഹു പെട്ടെന്നൊരു പ്രോഫസി എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, 37-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് നമ്മുടെ കാതലായ വിഷയം, നമ്മുടെ ഹെഡിങ്. അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുടെ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, കാറ്റ് കടന്ന് അതിന്റെ തെളിവാകും. ഇതിനകത്ത് നിസി എന്ന പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ഞാൻ എന്റെ ഇത് നിസി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിസി എന്ന് പറയുന്ന പേരാണ്. നിസി എന്ന് പറയുന്ന പേരുമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ?
ഉണ്ടോ എന്നുണ്ട്. ഞാൻ എന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, നിങ്ങൾ ആരും കാണുന്നില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിസയുടെ കുടുംബത്തിന് മേൽ ഒരു ഭയങ്കര സാധ്യത ഇന്ന് രാത്രി ഇടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേ സ്തോത്രം. ഈ മേഘാവൃതമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ കാറ്റ് കടന്ന് ആമേ സ്തോത്രം തെളിവാക്കി ആ മേഘത്തിന്റെ മുകളിലുള്ള ഈ പ്രകാശത്തെ കാറ്റ് കടന്ന് ആ മേഘത്തെ തള്ളി മാറ്റി ആ വെളിച്ചത്തെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഭൗതിക സത്യമാണ്. ഇതൊരു ഭൗതിക സത്യമാണ്. നമ്മള് ഞാൻ എന്റെ വീടിന് ഇവിടെ ഇന്ന് വൈകുന്നേരം ഭയങ്കര മേഘാവൃതമായ അവസ്ഥയായിരുന്നു. മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ മഴയില്ലായിരുന്നു. പക്ഷെ ആമേ സ്തോത്രം എവിടേക്കോ കാറ്റടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറയുന്നത്, മേഘാവൃതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ കാറ്റ് കടന്ന് ആ മേഘത്തെ തള്ളി മാറ്റി അതിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ഭൗമ തലത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഭൗതിക സത്യത്തെ ആത്മീയ സത്യമായിട്ട്, അല്ലെങ്കിൽ ആമേ സ്തോത്രം ഇതൊരു പ്രവചനമായിട്ട് ആമേ സ്തോത്രം ഇതാ ഏലീഹു തന്റെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയാണ്. ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇയ്യോബേ, നിന്റെ സാധ്യതയെ തടയുന്നത് എന്താണെങ്കിലും അതിനെ കാറ്റ് കടന്ന് അതിനെ തെളിവാണ്. നിന്റെ സാധ്യതയെ എന്താണോ തടയുന്നത്, നിന്റെ സാധ്യതയെ തടയുന്നത് ആമേ സ്തോത്രം വ്യക്തികളാകാം, ആമേ സ്തോത്രം ഫൈനാൻഷ്യൽ ക്രൈസിസ് ആകാം, നിന്റെ സാധ്യതയെ തടയുന്ന ചില ആമേ എതിർപ്പുകളാകാം, ആമേ സ്തോത്രം അത് ആമേ ഫിസിക്കൽ സൈഡിൽ നിന്ന് വരുന്ന ചില പ്രത്യാഘാതങ്ങളാകാം, ശബലരകജകസിയ അത് എന്തുപാട് നിന്റെ ജോലി മേഖലയിൽ നിന്നുണ്ടാകുന്ന സ്ട്രഗിൾസ് ആകാം, ആമേ നിന്റെ കുടുംബത്തിലെ തലമുറകളോടുള്ള ബന്ധത്തിൽ, നിന്റെ കൂട്ടാളികളോടുള്ള ബന്ധത്തിലുള്ള തടസ്സങ്ങളാകാം. ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ തടസ്സത്തെ എന്ന് പറഞ്ഞാൽ നിന്റെ സാധ്യതയെ തടയുന്നത് എന്തോ അതിനെ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കാൻ പോവുക. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം, ഇയ്യോബിന്റെ ജീവിതത്തില് സാധ്യതയെ കൊണ്ടുവരാൻ ആമെ അടഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയെ ആമെ സ്തോത്രം കാറ്റ് കടന്ന് അതിനെ തെളിവാക്കിയതുപോലെ ആമെ സ്തോത്രം നമ്മൾ ഇന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയിലോ ഉപവാസ കൂട്ടത്തിലോ ഒരു കൺവെൻഷൻ വേദിയിലോ അല്ല. എന്നാൽ സ്തോത്രം നമ്മൾ ഇരിക്കുന്ന നിശ്ചിതമായ സമയത്തിനുള്ളിൽ ആമെ സ്തോത്രം ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആമെ കാറ്റ് കടന്നു. എന്താ ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ കാറ്റ്? ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആമെ കാറ്റ് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിച്ച് പഠിക്കുന്നതാണ്. ബൈബിളിന്റെ ഭാഷയിൽ ആമെ പരിശുദ്ധാത്മാവിനെ അല്ലെ ഹോളി സ്പിരിറ്റിനെ കാറ്റായും വെള്ളമായും അഗ്നിയായും ആമെ സ്തോത്രം എണ്ണയായും തീയായും ഒക്കെ ആമെ പ്രതിനിധീകരിച്ച് പഠിക്കാറുണ്ട്. ഇവിടെ പറയുന്ന കാറ്റ് ഒരു ഭൗതിക കാറ്റല്ല. ഈ ആമെ സ്തോത്രം ഒരു തെക്കൻ കാറ്റല്ല, മൗൺസൂൺ കാറ്റല്ല, വടക്കൻ കാറ്റല്ല, തെക്കൻ കാറ്റ് ഒന്നുമല്ല. ഈ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേ സ്തോത്രം. ഇത് പ്രോഫസിയാണ്. ഇത് ഈ വചനം ഇതൊരു പ്രവചനമാണ്. യോബിനോട് പറഞ്ഞു തുടങ്ങിയാണ്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഞാനൊരു ചിന്ത എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടി വന്നൊരു ചിന്ത, നമ്മൾ കാണുന്ന കാര്യങ്ങളുമുണ്ട്, കാണാത്ത കാര്യങ്ങളുമുണ്ട്. കാണുന്ന കാര്യങ്ങൾക്ക് ഒരു കാരണമുണ്ട്, കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയ കാര്യങ്ങൾ കാണാത്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരുക്കിയ കാര്യങ്ങൾ കാണാത്തതിന്റെ ഒരു അതൊക്കെ പോയി കഴിഞ്ഞാൽ പോലാകും. പലരും യുദ്ധത്തിന്റെ കാര്യം അറിയാമല്ലോ, നമ്മുടെ കാര്യം. പ്രസംഗിച്ച് തുടങ്ങിയപ്പോ അർദ്ധരാത്രിയോളം പ്രസംഗം നീണ്ട്. പിന്നെ ഗാർഡനെതിരെയിൽ യൂത്തിക്കോസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ കടനി അടിച്ച് താഴെ വീടും. പിന്നെ അങ്ങനെ ഒരു ജോലിപ്പാടുണ്ടായി. അതുകൊണ്ട് സ്തോത്രം ദീർഘമാക്കി പോകാൻ ഈ ശുശ്രൂഷ ഇങ്ങനെ പോകുന്ന സ്ഥലമാണ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്. എങ്കിലും സ്തോത്രം ലഭ്യമായ സമയത്തിനുള്ളിൽ ഈ ദൂത് കൈമാറണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് നിങ്ങളൊന്ന് ചിരിക്കാനും കൂടാ പറഞ്ഞത്. ചിലവരൊക്കെ ഗൗരവമായിട്ട് ഈ മുട്ടക്കച്ചവടത്തിന് നഷ്ടം വന്നവരെ പോലെയൊക്കെ പലരും ഇരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രൊഫസർ റിനു ഡേവിഡ് മാത്യു എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരു പ്രാധാന്യമില്ല. ദൈവമാണ് ഇവിടെ നിർത്തിയത്. ഒത്തിരി പ്രസംഗകര് കേരളക്കരയിലും രാജ്യവ്യാപകമായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പ്രസംഗത്തിനല്ല പ്രസക്തി, പ്രസംഗത്തിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിക്കാ പ്രവൃത്തി. പ്രസക്തി ഞാനതങ്ങ് വിശ്വസിക്കുക.
നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലത് ദൈവം ഒരുക്കിയത് ചിലത് കാണാൻ പറ്റാത്തതിന്റെ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുക. അതിന് പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം ബൈബിളിന്റെ ഭാഷ അവിശ്വാസം ഒരുത്തന്റെ ജീവിതത്തിൽ വന്നാൽ സ്തോത്രം ദൈവം ഒരുക്കിയ കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യണം. സ്തോത്രം കേവലം ഒരു ദൂത് കേട്ടിട്ട് അടുത്ത ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തോളാം എന്നുള്ളൊരു മനോതലത്തിൽ ഒരു മനോഭാവത്തിലായിരിക്കാതെ ഇന്ന് വരെ ദൈവം ഒരുക്കിയത് ചില പ്രത്യേക സാഹചര്യം നമുക്ക് ദൈവം ഒരുക്കിയത് കാണാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്. ദൈവം ഒരുക്കിയത് ചിലത് കാണാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ. അത് ബൈബിളിന്റെ ഭാഷയിൽ റോമാലേഖനം 4:20 പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്നെ 4:20 ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു, അത് അവന് നീതിയായി കണക്കിട്ടു. അവനെന്ന് പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ താൻ അവിശ്വാസത്തിൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. നോക്കണേ, അവിശ്വാസത്തിന്റെ പ്രൊഡക്റ്റാണ് സംശയം. അവിശ്വാസം വന്നു കഴിഞ്ഞാൽ സംശയം കയറി വരും. ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ സംശയം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ഇന്ന കാര്യം ഞാൻ പ്രതീക്ഷിച്ചു നടന്നില്ല, 2025 ഇന്നത് പ്രതീക്ഷിച്ചു, മക്കളുടെ വിവാഹം പ്രതീക്ഷിച്ചു, ജോലി പ്രതീക്ഷിച്ചു നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ പുസ്തകം മടക്കുകയല്ല ചെയ്യേണ്ടത്. ഏലിയാവിനെ പോലെ 6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ, ദൈവം ജീവിക്കുന്നില്ലെന്നല്ല അതിന്റെ തെളിവ്. 7ാമത്തെ പ്രാവശ്യവും താൻ മുട്ടയിൽ നിന്നും വെറുതെ അല്ല ഇരിക്കുന്നത്, മുഴങ്കാലിന്റെ മീതെ തല വെച്ചിട്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൈപ്പത്തിയല്ല വന്നത്, കൈപ്പത്തിയല്ല, അതൊരു പാർട്ടിയുടെ ചിഹ്നമാണ്. സ്തോത്രം ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ മനുഷ്യന്റെ കൈ പോലുള്ള ഒരു മേഘം, അത് ചെറിയ മനുഷ്യന്റെ കൈ പോലുള്ള ഒരു മേഘം, കൈ പോലെയാണ്, കൈ പോലെ ഒരു മേഘം വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, മടുത്തു പിന്മാറരുത്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഇരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധമ പറയുന്നു, നീ മടുത്തു പിന്മാറുന്ന ദിവസങ്ങളല്ല ഈ വരുന്ന ഈ വീക്കില് ചിലർക്ക് വേണ്ടി ചില സാധ്യതകളുടെ കൈമേഘങ്ങള് യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചിലര് കാണാൻ പോകും. അത് ചെറുതായിട്ട് ചിലത് കാണും, ചെറുതായിട്ട് ചിലര് കാണും, ചെറുതായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഇത് വലിയ മഴയുടെ മുഴക്കം പോലെ ഒരു രാജ്യത്തെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു രാജ്യത്തെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്തോത്രം ഏലിയാവ് നിൽക്കുന്നത്. ഒരു പഞ്ചായത്തിന് വേണ്ടിയല്ല താൻ ഇരിക്കുന്നത്, ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് സ്തോത്രം ഏലിയാവ് നിൽക്കുകയാണ്. ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ മെസ്സേജിൽ നിന്ന് അല്പം അങ്ങോട്ട് മാറുകയാണ്. സ്തോത്രം ഏലിയാവ് ആഹാബും ഏലിയാവും അഭിമുഖമായി നിൽക്കുമ്പോൾ ഏലിയാവ് ആഹാബിനോട് പറയുന്നു, അച്ഛാ ഒരു കാര്യം ഞാൻ കേട്ടു. രാജാവിനോട് പറയാ, രാജാവ് ഞാൻ ഒരു കാര്യം കേട്ടു. എന്താണ് നീ കേട്ടത്? നീ വലിയ പ്രൊഫറ്റ് അല്ലേ, എന്താ കേട്ടത്? ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേട്ടു. എന്റെ ചോദ്യം ഇതാ, അടുത്തിരിക്കുന്ന ആഹാബിന് കേട്ടില്ല ഈ ശബ്ദം? ആഹാബ് കേട്ടില്ല, കാരണം മുട്ടയിലിരിക്കുന്നവന് മാത്രമേ ദൈവശബ്ദം കേൾക്കത്തുള്ളൂ. മുട്ടയിലിരിക്കുന്നവന് മാത്രമേ ദൈവശബ്ദം. ആഹാബ് കേൾക്കാത്തത് ഏലിയാവ് കേട്ടതിന്റെ കാര്യം, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തിയാ, ദൈവസന്നിധിയിൽ അഭിമുഖം നിൽക്കുന്ന വ്യക്തിയാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളോട് ഈ ദിവസം എനിക്ക് തോന്നുന്നു ഈ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ആന്റി, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ ഡിവൈസിൽ കയറിയ വ്യക്തിയോട് ആത്മാവ് ഇടപെടുക. സാധ്യതകളെ ഇന്ന് രാത്രി കൊണ്ടുവരും. സ്തോത്രം മടുത്ത് പിന്മാറുകയല്ല. ചില ദൈവപ്രവർത്തിയുടെ ഭവനത്തിന്റെ അകത്തളങ്ങൾ ആ ഡിവൈസിൽ കയറിയ ചില ആ വ്യക്തിയോട് ദൈവാത്മാവ് എലിസബത്ത് എന്ന നാമകരണത്തോടുകൂടെ ആ ഡിവൈസിൽ കയറിയ വ്യക്തിയോട് ആത്മാ പറയുന്നു, സ്തോത്രം നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ആത്മാവ് ഇടപെടുന്നത്. ഏതൊക്കെയോ ഏറികളിൽ വേദനയുടെ ചില മേഖലകൾ ഹൃദയത്തിൽ തങ്ങി നിന്നിട്ട് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാവശ്യം നിലവിളിച്ചു. തേങ്ങി കരയുന്നത് പോലെ നിൽക്കുന്ന ഒരു തലമുറയുടെ മേലുള്ള ഒരു തലമുറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിടുതൽ ഇന്ന് രാത്രി ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഏലിയാവ് പ്രാർത്ഥിച്ച് പിന്മാറാഞ്ഞതുപോലെ ഇന്ന് രാത്രി സ്തോത്രം
അവിശ്വാസം വരാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷേ റോമാലേഖനം പറയുന്നു, അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. അവിശ്വാസം വരുമ്പോ അവിശ്വാസത്തിന്റെ പ്രോഡക്റ്റ് സംശയ, അവിശ്വാസത്തിന്റെ പ്രോഡക്റ്റ് സംശയ. എന്നാൽ വിശ്വാസത്തിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമോ? ശക്തി. പറഞ്ഞാട്ടെ, ശക്തി. പാത്രമാണെന്ന് പറയാമോ? ദൈവശക്തി, ദൈവശക്തി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ദൈവശക്തി എന്നൊന്ന് ആവർത്തിച്ച് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഭവനത്തിന്റെ മുറിയിൽ നിന്ന്, ലിവിംഗ് റൂമിൽ നിന്നൊന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി എന്ന് പറഞ്ഞാട്ടെ. ഓ ദുനിയ. അപ്പം അവൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഒന്നാമത്തെ കാര്യം അവിശ്വാസം. അവിശ്വാസം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങള് കിടപ്പുവശം ദൈവം ഒരുക്കിയത് കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മേഖലയാണ് അവിശ്വാസത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ആമേ സ്തോത്രം. ഒട്ടനേക ചിന്തകളുണ്ട്. ആമേ ഒത്തിരി കാര്യമുള്ള രണ്ടാമത്തെ ഒരു പാർട്ടിയിലേക്ക്, ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആമേ ദൈവം ഒരുക്കിയത് കാണാൻ പറ്റാത്തതിന്റെ ഒരു രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സംശയം. എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യഗണങ്ങൾ രണ്ടുപേരാണ്. ആമേ സ്തോത്രം. കർത്താവിനോട് കൂടെ നിന്ന് ആമേ സംസാരിക്കുകയും സംവദിക്കുകയും അത്ഭുതം കാണുകയും അപ്പം തിന്നുകയും ഒക്കെ ചെയ്ത രണ്ട് വ്യക്തികളാണ്, രണ്ട് ശിഷ്യന്മാരാണ്, സാധാരണക്കാരല്ല. യേശു കർത്താവ് മരിച്ചതിന് ശേഷം ആമേ സ്തോത്രം മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് യേശു കർത്താവ് ആയിരിക്കുന്നു. ആമേ സ്തോത്രം. എന്നാൽ മൂന്നാം നാള് യോനയെ മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലുമായിരുന്നതുപോലെ മനുഷ്യപുത്രനും സ്തോത്രം ഭൂമിയുടെ ഉള്ളറകളിൽ ആയിരിക്കേണ്ടതാണ്. 3-ാം ദിവസം എഴുന്നേൽക്കുമെന്നുള്ള പ്രവചന നിവർത്തീകരണം എന്നോണം കർത്താവ് എഴുന്നേൽച്ചു. എന്നാൽ സ്തോത്രം കർത്താവ് 500-ൽ പരം ആൾക്കാർക്ക് വിവിധ വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ എമ്മൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ അവര് തർക്കിച്ചും വാദിച്ചും കൊണ്ട് സംസാരിക്കുക. അവരുടെ മാറ്റർ എന്ന് പറഞ്ഞാൽ സ്തോത്രം തങ്ങളുടെ ഗുരു ആയ സ്തോത്രം യേശു മരിച്ചത് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഉയർപ്പ് വിശ്വസിക്കുന്നില്ല. ഉയർപ്പിനെ തടയുന്ന അനുഭവങ്ങൾ, ഉയർപ്പിന്റെ വെളിപ്പാടില്ലാതെ തുടരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സംശയം വന്നാൽ കൂടെ സഞ്ചരിക്കുന്ന പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതോ? നോക്കണേ, ഞങ്ങൾക്ക് ബൈബിളിന്റെ അറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വളരെ വ്യക്തതയോടെ, സിനാപ്റ്റിക് ഗോസ്പലിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസിലൊക്കെ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു താനും അവരോട് ചേർന്ന് നടന്നു. പക്ഷെ യേശുവിനെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. സ്തോത്രം. യേശു കൂടെ നടന്നതാണ്. സ്തോത്രം. ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്താണ്. പക്ഷെ യേശുവിനെ അറിയാതെ അവർ യാത്ര ചെയ്യുക. പക്ഷേ എമ്മൂസിലേക്ക് എത്തുന്നതിന് മുന്നമേ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർ ശിഷ്യന്മാർ കാണെ സ്തോത്രം അപ്പമെടുത്ത് കണ്ണമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നെന്ന് പറയുന്നു. തിരുവചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നെന്നല്ലേ ബൈബിളിൽ പറയുന്നത്. ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയെ കാണാൻ പറ്റാത്ത ചില ഏരിയകൾ നമ്മൾ തിരിച്ചറിയുക. സംശയം വന്നു കഴിഞ്ഞാൽ ഉയർപ്പിന്റെ വെളിപ്പാടില്ലാതെ നിൽക്കുന്ന അനുഭവമാണെങ്കിൽ സ്തോത്രം യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വെളിപ്പാടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയുക, കൂടെ നടക്കുന്ന, നിന്റെ കൂടെ സഹവർത്തിക്കുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, യേശുവിനെ നിനക്ക് തിരിച്ചറിയാതെ പോകും. ഇന്ന് രാത്രി സംശയത്തിന്റെ സകല മേഖലകളും യേശുവിന്റെ നാമത്തിൽ റദ്ദ് ചെയ്യപ്പെടട്ടെ. മൂന്നാമത്തെ കാര്യമാണ് ഭയം. സ്തോത്രം. ഇതൊക്കെ വളരെ ഡീപ്പ് റെവലേഷനിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഏത് രീതി പൂർത്തീകരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങ് വ്യഗ്രത കൊള്ളുകയാണ് നിങ്ങളുടെ ഈ സന്ദേശം എത്തിക്കാൻ. മൂന്നാമത്തെ കാര്യമാണ് ദൈവം ഒരുക്കിയത് കാണാൻ പറ്റാത്തതിന്റെ മൂന്നാമത്തെ കാര്യം അത് ഭയമാണ്. ഭയം ഉണ്ടെങ്കിൽ ദൈവം ഒരുക്കിയത് കാണാൻ പറ്റാതെ പോകും. യോബിനോട് പറഞ്ഞത് ഒരു പ്രോഫസിയാണ്. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ച് ശോഭിക്കുന്ന കാണുന്നില്ല യോബ്, എങ്കിലും കാറ്റ് കടന്ന് നീ കാണുന്നില്ല, പക്ഷേ അതിനെ തെളിവാക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഭയം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ദൈവജനം, ഏതെങ്കിലും വ്യക്തികൾ, മാനുഷിക ഭയമോ പൈശാചിക ഭയമോ ഒക്കെ ഉള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, മരണഭയമോ ജീവനെ കുറിച്ചുള്ള ഭയമോ പ്രാണഭയമോ ഏതൊക്കെയോ മേഖലയുടെ ഭയങ്ങൾ നേരിടുന്നെങ്കിൽ ദൈവാത്മാവിൽ പറയുന്നു ദൈവം ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതിനൊരു തെളിവ് ഞാൻ പറയാം.
അപ്പന്റെ നന്മ, അപ്പന്റെ അനുഗ്രഹം നേടിയെടുത്തു പോകുന്ന ഒരു യാക്കോബിനെ നമുക്ക് ബൈബിൾ തിരിച്ചറിയുന്നുണ്ട്. ബൈബിളിൽ കാണുന്നത് യാക്കോബ് അപ്പന്റെ അനുഗ്രഹം സ്തോത്രം തന്റെ തലമയിൽ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഉപായത്തിൽ വരുത്തിക്കൊണ്ട് അവൻ യാത്ര തിരിക്കുകയാണ്. നമുക്കറിയാം, ജ്യേഷ്ഠാവകാശം ഏശാവിന് കിട്ടേണ്ടത് യാക്കോബ് തട്ടിയെടുത്ത് ഓടുകയാണ്. ഞാൻ കഴിഞ്ഞ ചില നാളുകൾ വരെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ അപ്പന്മാരും അമ്മമാരൊക്കെ തലമുറകൾക്ക് അവര് നേടിയതും ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രോപ്പർട്ടി, സാധന, ജംഗമ സ്വത്തുക്കള് തലമുറകൾക്ക് ഭാഗം വയ്ക്കും. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനത്തില് ഈ സാധന ജംഗമ സ്വത്തുക്കളല്ല ഈ അനുഗ്രഹത്തിന്റെ ഇതെന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പന്റെ വാമൊഴിയാൽ ഉണ്ടാകുന്ന ഡിക്ലറേഷൻ ആണ് സ്തോത്രം അനുഗ്രഹത്തിന്റെ തലത്തിൽ അവർ കരുതുന്നത്. ബൈബിളിൽ അങ്ങനെ പഠിക്കും, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഇതൊരു ചിന്തയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ യാക്കോബിനെയൊക്കെ അനുഗ്രഹിക്കുമ്പോൾ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂമിയിലെ സകല പുഷ്ടിയാലും സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ. ഈ ബോധറാജിന്റെ ബൂട്ട് കൊടുത്തിട്ട് താക്കോല് കൊടുത്തില്ല, ബെൻസ് കാറ് കൊടുത്തില്ല, ഇതൊന്നും കൊടുത്തില്ല. പക്ഷെ എല്ലാം നേടി എന്നുള്ള ചിന്തയിൽ യാക്കോബ് ഓടുകയാണ്. ഓടി 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 ചെല്ലുന്നത് ലൂസിന്റെ പട്ടണത്തില. ലൂസിന്റെ ആ ദേശത്തെത്തുമ്പോൾ തനിക്കൊരു തിരിച്ചറിവ് വരികയാണ്. എന്റെ ഫിസിക്കൽ ഫാദറിന്റെ ബ്ലെസ്സിങ്സ് എനിക്കുണ്ട്, എന്റെ തലമേൽ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഇനി മൂവ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ഫാദറിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ സ്വർഗത്തിലെ അപ്പന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആ തിരിച്ചറിവ് തനിക്കുണ്ടായി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഇത് വലിയൊരു മെസ്സേജാ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ പാസ് എവിടൊക്കെയാ കൊണ്ടുപോകുന്നതെന്നൊന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് സ്തോത്രം, ഇത് വചനത്തിന്റെ വെളിപ്പാടാണ്, ഇതൊരു വ്യാഖ്യാനമാണ്. ഈ യാക്കോബ് ഓടിയപ്പോൾ ദൈവം സംസാരിച്ചായിരുന്നോ? ആരെങ്കിലും ഒന്ന് പറ. ഓടിയപ്പോൾ സംസാരിച്ചില്ല. യാക്കോബ് ഓടിയപ്പം സംസാരിച്ചില്ല. അവൻ സ്തോത്രം എപ്പോഴാ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ പ്രാണനും ദേഹവും ദേഹിയും സ്വച്ഛസ്ഥമായി എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനൊരു ഡ്രീം കാണുകയാ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വെച്ച ഒരു ലാടം, ഒരു ഗോവണി. അവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിൾ പറയുന്നു ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. എന്റെ അർത്ഥം എന്താ? ഓൾറെഡി അവിടെ ഏഞ്ചൽസ് അവിടെ ഉണ്ട്. യാക്കോബ് കിടക്കുന്നിടത്ത് ഏഞ്ചൽസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇതിനകം ഉറക്കൊളച്ച് പുലർജാലമായപ്പോൾ അതിരാവിലെ എഴുന്നേറ്റപ്പോ ഒരു സത്യം തനിക്ക് മനസ്സിലായി. ദൈവം ഇവിടെ ഉണ്ട്, യഹോവ ഇവിടെ ഉണ്ട്. സത്യം ഞാനത് അറിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി നീ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താകാം, പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലോ സ്തോത്രം ഏത് കോയമ്പത്തൂരാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം നീ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. നീ ഇരിക്കുന്ന ഇടത്ത് ഏഞ്ചൽസ് ഉണ്ട്. മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ തിരിച്ചറിവ് യാക്കോബ് മനസ്സിലാക്കിയ. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് അറിഞ്ഞില്ല. അറിയാൻ പറ്റാഞ്ഞതിന്റെ കാര്യം വാളിന്റെ വായ്ത്തലയാ തന്റെ ശിരസ് ഛേദിക്കപ്പെടുമെന്ന് യാക്കോബ് ഭയപ്പെട്ടു. അപ്പനെ ഭയപ്പെട്ടു, ജ്യേഷ്ഠനെ ഭയപ്പെട്ടു. ഈ ഭയം നിന്ന് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ കേറിയപ്പോൾ ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ദൈവ സാന്നിധ്യത്തിൽ അവന് സ്തോത്രം അത് കാണാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ ഏഞ്ചലിക് വിസിറ്റേഷന് സ്തോത്രം അവന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാതെ പോയെന്നുള്ളതാണ്. ഇന്ന് രാത്രി ദൈവം ഒരുക്കിയത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പരമപ്രധാന കാര്യം: 1 അവിശ്വാസം, 2 സംശയം, 3 ഭയം, 4-മത്തെ കാര്യം ധനചിന്ത. അതൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്. സ്തോത്രം ധനചിന്തയെ കുറിച്ചുള്ള ബിലയാമിന്റെ കാര്യം അങ്ങനല്ലേ പഠിപ്പിക്കുന്നത്. ബാലാക്കയച്ച ചില പ്രഭുക്കന്മാര് ബിലയാമിനോട് പറഞ്ഞു, ഒരു ശ്രേഷ്ഠ ജനം, സ്തോത്ര ദൈവത്തിന്റെ ജനം, അവരെ ശപിക്കാൻ വേണ്ടി നീ വരണം, എത്ര പൊൻവെള്ളി നാണ്യങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞ് അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ചില വ്യക്തികളൊക്കെ അയക്കുമ്പോഴും ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. മോനെ പോവല്ലേ, ഇത് എന്റെ ജനമാ, നിനക്ക് ശപിപ്പാൻ അനുവാദം ഇല്ല. ശപിക്കുന്നവനെ എതിരെ കയറുന്ന ദൈവപ്രവൃത്തി. സ്തോത്രം അതുകൊണ്ട് പോകല്ലേ, മൂവ് ചെയ്യല്ലേ എന്ന് പറയുമ്പോഴും ബിലയാം സ്തോത്രം വീണ്ടും പോകുവാനുള്ള അവന്റെ ത്വര, അവന്റെ മാനസികാവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം.
പോകുന്നത് ഒരു വാഹന മൃഗത്തിന്റെ മുകളിൽ കയറിയ കഴുതയ്ക്ക് കോപ്പിട്ട് കയറി. നമുക്ക് ബൈബിളൊക്കെ ഇതിനകത്തിരിക്കുന്ന ഈ ഡിവിഷനിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ബൈബിൾ അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തന വിദഗ്ധതയില്ലാതെ ഞാൻ എന്റേതായിട്ടുള്ള ഭാഷയിൽ ആ ബൈബിളിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. കഴുത ഒരു ഇടുക്കിടം എത്തിയപ്പോൾ ബിലയാമിനെ ചേർന്ന് ഞെക്കിയിട്ട് സ്തോത്രം ചേർന്ന് ഞെക്കി സ്തോത്രം ബിലയാം ആ കഴുതയെ അടിച്ചു. ഒത്തിരി അനവധി പ്രാവശ്യം അടിച്ചപ്പോൾ ആ കഴുത ഒരടി പോലും നീങ്ങാതെ അവിടെ കിടന്നു കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, കിടന്നു കളഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏഞ്ചൽ ഈ കഴുതയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ബിലയാമിന്റെ മുമ്പ് നിൽക്കുക. പക്ഷെ ഞാനൊരു ഹാസ്യം പറയാം. ഈ 4 കാലുള്ള കഴുത ഏഞ്ചലിനെ കണ്ടു, പക്ഷെ ഇതിന്റെ മോളിൽ ഇരിക്കുന്ന 2 കാലി കഴുത ഏഞ്ചലിനെ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. 4 കാലുള്ള കഴുത ഏഞ്ചലിനെ കണ്ടു. 2 കാലുള്ള ബിലയാം എന്ന് പറയുന്ന കഴുത ഏഞ്ചലിനെ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അടിച്ച ആ കഴുത കിടന്നു കളഞ്ഞു. ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ സ്തോത്ര കഴുത സംസാരിച്ചു. അപ്പോൾ ബിലയാമിന്റെ കണ്ണ് തുറന്നു. നോക്കണേ, ഈ ധനത്തെ കുറിച്ചുള്ള ധനചിന്തയെ കുറിച്ചുള്ള അത് ബൈബിളിന് പുതിയ നിയമഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ വാച്ച് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുള്ള ദൂതിന്റെ ഭയങ്കര പ്രസക്തിയാണ്. ഞാനത് മനസ്സിലാക്കുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴുത ദൂതനെ കണ്ടു, എങ്കിൽ ബിലയാം കണ്ടില്ല. അതിന്റെ കാരണം ധനത്തെ കുറിച്ചുള്ള ഒരു ചിന്ത തന്റെ ഹൃദയത്തിൽ കയറി കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ കഴുത സംസാരിച്ചു തുടങ്ങി. നീ അടിച്ചത് കൊണ്ടല്ലേ, നീ അടിച്ചിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബിലയാമിന്റെ കണ്ണ് തുറന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന നായ സംസാരിച്ചു തുടങ്ങിയാണ്. അമ്മാമേ കല്ലെറിയല്ലേ, അമ്മാമേ പശുവുള്ള വീട്ടിലുള്ളതാണെങ്കിൽ വെള്ളമൊന്നും കോരി ഒഴിക്കല്ലേ, സ്തോത്രം എന്ന് സ്തോത്രം. പശു സംസാരിച്ചു തുടങ്ങിയാലോ? വീട്ടിലിരിക്കുന്ന പട്ടി അളിയ നിക്കണേ അളിയ എന്ന് പറഞ്ഞ് വന്നാലോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. ബിലയാമിന്റെ കാലഘട്ടത്തിൽ ബിലയാമിന്റെ കണ്ണു തുറക്കാൻ സ്തോത്രം ഒരു കഴുതയെ ദൈവം ഉപയോഗിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഒറ്റ കാര്യമുള്ളൂ. സ്തോത്രം. ദൈവപ്രവർത്തിയെ അടയ്ക്കുന്ന മേഖലകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക. എവിടെയെങ്കിലും അവിശ്വാസം വന്നിട്ടുണ്ടോ, സംശയം വന്നിട്ടുണ്ടോ, ഭയം വന്നിട്ടുണ്ടോ, ധനത്തെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ടോ, ദൈവം ഒരിക്കലും നിനക്ക് കാണാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അതിനകത്ത് എത്ര ഉപസിച്ചാലും അതിനകത്ത് വിടുതൽ പ്രാപിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ സാധ്യതകളെ അടയ്ക്കുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി പ്രതികരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യോബിനോട് പറഞ്ഞ അതേ വീണ്ടും നിങ്ങളോട് സംസാരിക്കുക. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ 21-ാമത്തെ വചനം ഒന്ന് വായിക്കാം. ഒന്ന് എന്നെ ഒന്ന് വായനയിൽ ഒന്ന് സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14:21. 14:21. ഹല്ലേലൂയ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒറ്റ വേടിൽ ഞാനത് പറയാം. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇതാണ് പരാമർശം. എന്റെ കൽപ്പനകളെ ലഭിച്ചു പ്രമാണിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ രാമേ പറയാമോ? എല്ലാരും ഒന്നും പറയുന്നില്ല. സ്തോത്രം. എന്റെ കൽപ്പനകളെ ലഭിച്ചു പ്രമാണിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. സ്തോത്രം. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ചിന്തയിലേക്ക് എന്നോടൊപ്പം ഒന്ന് വരണേ. ഈ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കണം. അത് പ്രമാണിക്കുന്നവന് എന്നെ തന്നെ എന്തോ വെളിപ്പെടുത്തും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൽപ്പന ലഭിച്ചത് ആർക്കാ? നമുക്ക് ആദ്യമായിട്ട് ബൈബിളിന്റെ ഭാഷ ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം കഴിഞ്ഞ് പുറപ്പാടിലേക്ക് വരുമ്പോൾ മോശയെ കാണുന്നുണ്ട്. മോശയെ കൽപ്പലകയിൽ എഴുതിയ കൽപ്പനയുമായിട്ട് ഇതാ സീനായുടെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇദ്ദേഹത്തിനാണ് കൽപ്പന ലഭിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, എന്റെ കൽപ്പനകളെ ലഭിച്ച്, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ അല്ലെങ്കിൽ ആ കൽപ്പനകളെ ലഭിച്ചു പ്രമാണിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നുള്ളതാണ് യോഹന്നാൻ ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മോശയ്ക്കാണല്ലോ കൽപ്പന
കൽപ്പന കിട്ടിയത്. ആമേൻ. അപ്പം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം മോശയ്ക്കാണല്ലോ ഇത് വെളിപ്പെടുത്തണം, ദൈവത്തെ തന്നെ വെളിപ്പെടുത്തേണ്ടത്. മോശ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചല്ലോ, കർത്താവേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണാം, ആമേൻ. നിന്നെ ഒന്ന് എനിക്കൊന്ന് കാണാം. ഞാൻ ഇന്ന് എനിക്ക് എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ ഞാൻ വീഡിയോയിൽ ഞാൻ വന്നിരിക്കാം. പലരും ഇങ്ങനെ എന്താ പറയുന്നത്, മാളത്തിൽ ഇരിക്കുന്നത് പോലൊക്കെ ഇരിക്കുന്നുണ്ട്. ഒന്നും പ്രദർശിപ്പിക്കാതൊക്കെ ഇരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ദൈവമായിരിക്കും. ഞാൻ ഈ ഡിബേറ്റ്സിൽ തല തിരിഞ്ഞ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച തല തിരിഞ്ഞ് പ്രസംഗിക്കും. നിങ്ങൾ എല്ലാവരും ലെഫ്റ്റ് അടിച്ചു പോകും. സത്യമാണ്, നിങ്ങൾ എല്ലാവരും ലെഫ്റ്റ് അടിച്ചു പോകും. എന്നിട്ട് നമ്മുടെ സഹോദരിയുടെ അവരുടെ പേരെന്തോ എന്തൊരു ആവട്ടെ ഇന്ദുലേഖ സഹോദരിയുടെ പറയാം, ഇനി മേലെ ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ ഒന്നും വിളിക്കരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ട് ഇനി ഒരു ഗ്രൂപ്പും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ഞാൻ തല തിരിഞ്ഞ് പ്രസംഗിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മോശ ദൈവത്തോട് പറയുകയാണ്, എന്താ പറഞ്ഞേ, നിന്നെ എനിക്കൊന്ന് കാണണം. അപ്പം ദൈവം എന്താ ചെയ്തതെന്നറിയോ, പിറകു വശം കാണിച്ചിട്ടുണ്ട്. എന്ത് കഷ്ടമാ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞ ദൈവത്തോട് മോശ പറഞ്ഞത്, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ മത്തായി സുവിശേഷത്തിലൊക്കെ ദൈവത്തെ ആര് കാണുമെന്നൊക്കെ പറഞ്ഞത്, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നൊക്കെ മത്തായി സുവിശേഷത്തിൽ 5:5 വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോശ കൽപ്പന ലഭിച്ചതല്ലേ? അപ്പം നമ്മൾ വായിച്ചത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ഒരു ഭാഗമല്ലേ നമ്മൾ വായിച്ചത്? 14:21 വായിച്ചത്. എന്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ മോശ ദൈവത്തോട് ചോദിച്ചതിന്റെ വിപരീതമായിട്ടാണ് ദൈവം ചെയ്തത്. പിറകു വശം മാത്രം കാണിച്ചിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ ഒരു ഇടുക്കിടത്തിൽ അല്ലെങ്കിൽ ഒരു പാറയുടെ വിളർപ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്മരണ പുസ്തകം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മലാക്കി പുസ്തകം 3:10 വാക്യത്തില് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്ന ബൈബിൾ പറയുന്നത്. ഒരു സ്മരണ പുസ്തകം. അപ്പം തന്റെ ഭക്തന്മാർ ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സ്മരണ പുസ്തകം അവൻ എഴുതി വെച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കാലഘട്ടത്തിൽ മോശ നീ എന്നോട് ചോദിച്ചില്ലേ നിന്റെ മുഖം ഒന്ന് കാണിച്ചു തരാമെന്ന്. എന്നാൽ എന്റെ പുസ്തകത്തിൽ, എന്റെ കണക്ക് പുസ്തകത്തില് നീ ചോദിച്ചത് വരെ ആകെ തുക എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ മരിച്ചു പോയവനാണെങ്കിലും നിന്നെ അടക്കിയത് ഒരു ഭൗതിക ഒരു വ്യക്തി പോലും കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും നിന്നെ ഞാൻ സ്തോത്രം മറുരൂപ മലയിൽ വിളിച്ചു വരുത്തി. സ്തോത്രം നിന്നെ ഞാൻ എന്നെ തന്നെ കാണിക്കുക മാത്രമല്ല, ഞാൻ നിന്നോട് സംസാരിക്കത്തക്ക രീതിയിൽ സ്തോത്രം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് അത് കണ്ടു. മോശയും ഏലിയാവും നിന്ന് സ്തോത്രം യേശുവിനോട് സംസാരിക്കുക. ഒരു കാലഘട്ടത്തിൽ മോശ ചോദിച്ചത് നിന്റെ മുഖം കാണിച്ചു തരാമോന്ന്. കാണിക്കുക മാത്രമല്ല, ഒരു കൂട്ടായ്മ ആചരിക്കാൻ മറുരൂപ മല ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു, കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്റെ പേരും നിന്റെ തലമുറ ചെയ്തതും നിന്റെ തലമുറ എങ്ങനെ ആയിരിക്കണം നീ എണ്ണി പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് ഈ 2026 നീ അതിലേക്ക് പ്രവേശിക്കുമെന്ന് ആത്മാവ് ഭൂമി പറഞ്ഞ അതിനെ റിസീവ് ചെയ്യുക എത്ര ദൈവമക്കൾ ഒരുക്കമാണ്. ഇന്ന് രാത്രി അവന്റെ സ്മരണ പുസ്തകത്തിൽ ഓർമ്മയുടെ പുസ്തകം എഴുതി വെച്ച് നിങ്ങൾക്കറിയാമോ, അവൻ മൊർദെഖായി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സെർവന്റ്. അവന്റെ ജോലി എന്തുവാ? സെക്യൂരിറ്റിയാ. സ്തോത്രം വലിയ പഠിപ്പോ പാണ്ഡിത്യമോ പാരമ്പര്യ പശ്ചാത്തലമോ ഒന്നും പറയാനില്ല. അവന് കിട്ടേണ്ട നന്മ മാറിപ്പോയത് ഹാമാന. പക്ഷേ രാജാവിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ദിനവൃത്താന്ത പുസ്തകം. ദിനവൃത്താന്ത പുസ്തകം എഴുതി വെച്ചു. പക്ഷെ രാജാവിന്റെ കണ്ണ് മറഞ്ഞുപോയി. പക്ഷേ ആ പുസ്തകത്തെ തുറപ്പിക്കാൻ നാഥന്റെ കരം സ്വർഗത്തിൽ നിന്ന് ചലിച്ചിറങ്ങിയിട്ട് കഴുകുമരം ഒരുക്കാൻ കരുതിക്കൂട്ടിയ നാൾ വഴികൾ. എന്നാൽ അന്ന് രാത്രി സ്തോത്രം രാജാവിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ മൊർദെഖായിക്ക് വെളിപ്പെടുത്തിയവര് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി ഏതൊക്കെയോ പെൻഡിങ്ങിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കുന്ന, എനിക്ക് വ്യക്തിപരമായിട്ട് ദൂത് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്.
പക്ഷേ അമ്മ സ്തോത്രം പലരുടെയും സാഹചര്യങ്ങൾ അമ്മ അങ്ങനെയുള്ള രീതി ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു പച്ചക്കൊടി കാണിച്ചാൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയുന്നു അമ്മ സ്തോത്രം എവിടേക്കോ പെൻഡിങ് നിൽക്കുന്ന ചില അമ്മ സാഹചര്യം അമ്മ സ്തോത്രം പെൻഡിങ് കേസുകളാണ്. പക്ഷേ അമ്മ എന്താണ് അവ എനിക്കൊരു അവസരമുണ്ടോ, എനിക്കൊരു സാധ്യതയുണ്ടോ എന്ന് പറയുന്ന ചില ജീവിതങ്ങളോട് ആത്മാവ് സംസാരിക്കുന്നു. ആമേ സ്തോത്രം. രാജാവിന്റെ കണക്ക് പുസ്തകത്തെ എടുപ്പിക്കാൻ രാജാവിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയതുപോലെ സ്വർഗത്തിന്റെ ദൈവം ആമേ അവിടുത്തെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആമേ കാര്യങ്ങൾ പേര് സഹിതം ദൈവാത്മാവ് പറയുന്നു നിന്റെ തലമുറകളെയും ആമേ നിന്നെയും മാനിക്കുന്ന മാന്യതയുടെ ഫലങ്ങളിലേക്ക് ഈ 2026 മൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രോഫസി ചെയ്യുകയാണ്. നമ്മുടെ കണ്ണുകളടങ്ങി ഈ മെസ്സേജ് ഇവിടെ തീരുന്നതല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആമേ സ്തോത്രം. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ അത് തക്കതായ അത് 1 മിനിറ്റ് പോലും ആമേ സ്തോത്രം കൂടുതൽ എടുക്കാതെ, ഇത് വലിയ മെസ്സേജാണ്. ഇത് മണിക്കൂറുകൾ നിങ്ങൾ ഇങ്ങനെ തീരുന്ന സാധനമല്ല. എന്നാൽ ദൈവം തുറന്ന ഒരു സാധ്യതയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടാൻ പോവുക. ഒരു വലിയ സാധ്യത. എഗസ്കേലിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? എഗസ്കേലിന്റെ ചരിത്രം എന്താ? ഒരു സാധ്യതയില്ലാത്ത ഒരു അസ്ഥി താഴ്വരയുടെ നടുവിലേക്ക് അവനെ കൊണ്ട് നിർത്തി അല്ലേ? 37-ാം അധ്യായം വായിക്കുന്നത്. ഹല്ലേലൂയ. ആ സാധ്യതയില്ലാത്ത അസ്ഥി താഴ്വരയിൽ നിങ്ങൾക്കറിയാം ആമേ സ്തോത്രം. അസ്ഥിയോട് ചേരാത്ത വികലമായി കിടക്കുകയാണ്. തലയോട്ടി വേറെ, കൈയുടെ ഭാഗം പുറത്ത് വേറെ, കാല് വേറെ, അങ്ങനെ വികലമായി കിടക്കുകയാണ്. രൂപമില്ല, ഒരു ഭാവമോ ഒരു പ്രതീക്ഷയില്ല. ഉണങ്ങിക്കിടക്കുന്ന ഈ അസ്ഥികളുടെ നടുവിൽ നിങ്ങൾ ആ ബൈബിൾ വായിക്കുന്നവർക്കറിയാം ആമേ ചുറ്റി നടക്കുമാറാക്കി. എന്റെ ചിന്ത ചെയ്തതാ ഒരു വലിയൊരു പ്രവാചകനെ സെമിത്തേരിയിലേക്ക് അയക്കുക. സെമിത്തേരി ഈ പഴയ നിയമത്തിന്റെ അടിസ്ഥാനമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഈ അസ്ഥി താഴ്വരകൾ, ശ്മശാന ഭൂമി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ചിലരൊക്കെ കല്ലെറിഞ്ഞു കൊന്നവരുണ്ട്, നിഹതന്മാരായിട്ട് വീണവരുണ്ട്. ബൈബിളിലെ ചരിത്രം അങ്ങനെയാണ് പഠിച്ചത്. അപ്പം ഈ ശ്മശാന ഭൂമിയിലേക്ക് എഗസ്കേലിനെ കൊണ്ടു നിർത്തിയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഒത്തിരി ഉണ്ടായിരുന്നു. വളരെ അധികം അസ്ഥി ഉണ്ടായിരുന്നു. അവിടെ ചുറ്റി നടക്കുമാറാക്കി. എത്ര മണിക്കൂറോ എത്ര ദിവസവും അവിടെ തെളിവില്ല, എന്നാൽ ചുറ്റി നടക്കുമാറാക്കി. ഈ ദേഹത്തോട് അങ്ങനെ ഈ 37-ാം അധ്യായത്തിന്റെ ഇതിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എഗസ്കേൽ നീ എന്താ പറയുന്നത്? ഞാൻ ഇന്ദുലേഖ സിസ്റ്ററോട് ഞാൻ ചോദിക്കുക. ആമേ സ്തോത്രം. ചില സാഹചര്യങ്ങള് ജീവിതത്തിൽ വരുമ്പോ ആമേ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ ആൻസർ പറയാൻ കഴിയും? ആമേ ഈ ഡിവൈസിൽ കയറിയിരിക്കുന്ന ആമേ ഓരോ വ്യക്തികളോട് പറയുന്നു നിന്റെ സാഹചര്യത്തിൽ നീ ചുറ്റി നടക്കുന്നുണ്ട്. ആമേ സ്തോത്രം. നീ ഇമാജിൻ ചെയ്യുന്ന ഒരു മേഖലയുണ്ട്, പക്ഷെ അതിലേക്കൊന്നും വലിയതായിട്ടൊന്നും രീതിയിലൊന്നും വരുന്നില്ല. ഞാൻ ഈ പാവന കാണുന്ന ഒരാള്. നമ്മുടെയൊക്കെ വീട്ടില് കുറച്ച് ഉറുമ്പുകള് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു കോഴി ഇങ്ങനെ എടുത്തിട്ട് തൂത്തിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഇതെല്ലാം കൂടെ തൂത്ത് കൂട്ടി ഇതിനകത്തോട്ട് വെച്ചിട്ട് കളയാന്ന്. പക്ഷെ കളയാൻ പറ്റൂ. അപ്പൊ ഇതെല്ലാം സ്തോത്രം ഓടി പോയി പിന്നെ നമുക്ക് ഇത് മാത്രമേ കാണത്തു. സ്തോത്രം കോരി മാത്രമേ കാണൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കണക്കൊന്നും അല്ല. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു നീ എന്തോ പറയുന്നു. എഗസ്കേലിനോട് ചോദിക്കുന്ന നീ എന്താ പറയുന്നേ? അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എല്ലാം അറിയുന്നത്. നിങ്ങൾ ചോദിക്കണേ. ഒട്ടുമിക്ക ഞാന് ഈ പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിരവധി വ്യക്തികൾ പറയും, പാസ്റ്റേ ഗൾഫിൽ പോകാൻ പറ്റുമോ, ഞാൻ എന്താ ചെയ്യണ്ടേ അതൊക്കെ ചോദിക്കാറുണ്ട്. ഈ പ്രവാചകന്മാർക്ക് പോലും അവരെ എന്താ പറയുന്നത്, അവരെ ഓഫാകുന്ന എന്ന് ഞാൻ എന്റെ വാക്കിലൊക്കെ പറയാം, അവര് പോലും ഓഫായി പോകുന്ന ചില സന്ദർഭങ്ങൾ വരും. ഞാൻ പറയാം, ഈ ഇശായിയുടെ കുടുംബത്തിലേക്ക് ആരെ അയച്ചത്? ശമൂവേലിനല്ലേ അയച്ചത്? അതെ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു, നിങ്ങളുടെ സമയമായോ? സമയമായവർക്ക് ലക്ഷ്യമാകാം. ഞാൻ രണ്ട് മിനിറ്റും കൂടെ ഞാൻ എടുക്കാം. ഈ ശമൂവേലിനെ ഇശായിയുടെ കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ ശമൂവേൽ പറയുന്ന ഈ ശമൂവേലിന്റെ മൈൻഡിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. ദൈവം പറഞ്ഞു ഞാൻ പറഞ്ഞവന് മാത്രമേ എന്ത് ചെയ്യാവൂ, അഭിഷേകം ചെയ്യാം. ആണോ അല്ലയോ? ആണ്. അപ്പം ഷമ്മ വരുന്നു, ഏലിയാബ് വരുന്നു. ഏലിയാബ് വരുന്നു, ഷമ്മ വരുന്നു.
അങ്ങനെയുള്ള മൂത്ത ചേട്ടന്മാർ, ദാവീദിന്റെ മൂത്ത ചേട്ടന്മാരൊക്കെ വരുമ്പോ ഈ പുള്ളി പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവൻ യഹോവയുടെ അഭിഷിക്തൻ എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി അങ്ങ് വാഴ്ച നടത്താനായിട്ട് താല്പര്യപ്പെടുമ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവനെ തെരഞ്ഞെടുത്തില്ല, ഞാൻ വിളിക്കാത്തവനെയൊക്കെ അഭിഷിക്തനെന്നും പാസ്റ്റർ എന്നും വിളിക്കാൻ നിന്നോട് ആരുടെ പറഞ്ഞേ? ഞാൻ പറയാത്ത, ഞാൻ നിയോഗിക്കാത്തവനെയൊക്കെ പ്രൊഫറ്റ് എന്നും നീ ഈ അവിടെയൊക്കെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. എല്ലാവരും കയറി പാസ്റ്റർ എന്ന് വിളിക്കാനും വിളിക്കല്ലേ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഏലിയാവിനെ തെരഞ്ഞെടുത്തത് യഹോവയുടെ അഭിഷിക്തൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല, അവൻ അഭിഷിക്തനല്ലല്ലോ. ഇതെന്താ ഈ മൈൻഡ് ഓഫായി പോകുന്നുണ്ട്? ഇവന്റെ ചിന്തയിൽ, ഇവന്റെ മൈൻഡിൽ ഒരു സാധനം കയറി കിടപ്പുണ്ട്. അകാര വലിപ്പമുള്ള അജാന ബാഹുവായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും യഹോവ തെരഞ്ഞെടുക്കുന്നത്. അല്ല, നീളമുള്ള, പൊക്കമുള്ള, വണ്ണമുള്ള എന്നൊക്കെയുള്ള ചിന്ത, മൈൻഡ് സെറ്റ്. അപ്പൊ അവിടെയാണ് ഒരു പ്രവാചകനെ തെറ്റുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 1-2 പ്രാവശ്യം തെറ്റിയെങ്കിലും യഹോവയുടെ ആത്മാ നിയോഗത്തിൽ ശമൂവേൽ സംസാരിച്ചു, ഇനി ഒരുത്തൻ ഉണ്ടെന്ന് എനിക്ക് അറിയാം, അവൻ എവിടാ എന്ന് പറയുന്ന ഒരു റലത്തിലേക്ക് കയറിയതുപോലെ ദൈവത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആമേ സ്തോത്രം, ഏത് നിലയിലാണോ ഒരു പക്ഷെങ്കിൽ ഇത് നടുവിലിരിക്കുന്ന എല്ലാവരും പ്രവചനം വാഞ്ചിപ്പിന്ന് കർത്താവിന്റെ വചനം പറയുന്നു. വാഞ്ചിപ്പി ആമേ ആഗ്രഹിക്കുന്നവർ കാണും. അപ്പോൾ തന്നെ വീര്യപ്രവൃത്തികളെ ശുശ്രൂഷ ചെയ്യുന്നവർ കാണും. രോഗശാന്തിയുടെ അല്ലെങ്കിൽ ഹീലിംഗ് മിനിസ്റ്ററി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷെ ദൈവാത്മ പറയുന്നു, നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെന്ന് വന്നിട്ട് അത് ആ ശുശ്രൂഷ ഇല്ലെന്ന് കരുതി പിൻവാങ്ങുകയല്ല, നീ അതിനുവേണ്ടി വീണ്ടും ശ്രമിക്കുക. ആമേൻ. നീ പ്രോഫസി ചെയ്യുക, ദൈവത്തിന്റെ സാധ്യത വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ പറഞ്ഞ നിർത്താം. യഹസ്കേലിന്റെ യഹസ്കേൽ പ്രവാചകനെ സ്തോത്രം താഴ്വര നിർത്തിയിട്ട് നീ എന്തോ പറയുന്നെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നീ എല്ലാം അറിയുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ ചിരിച്ചു പോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതേപോലെ ദൈവം പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്കാൻ. പ്രവാചകനോട് അങ്ങോട്ട് പറയുക ദൈവം, കാറ്റിനോട് പ്രവചിക്കാൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പ്രവാചകനെ നമ്മൾ ഈ 36 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, ഇത് 37 അധ്യായത്തിൽ നടക്കുന്ന ഒരു സംഭവം, 37 നടക്കുന്ന സംഭവം ആണോ അല്ലയോ? ആണ്. ആമേ സ്തോത്രം. ഈ 36 അധ്യായങ്ങൾ വരെ പഠിക്കുമ്പോൾ യഹസ്കേലിനെ കുറിച്ച് അവൻ രാജ്യങ്ങളോടും പ്രവിശ്യകളോടും ചക്രവർത്തിമാരോടും രാജാക്കന്മാരോടൊക്കെ ദൂത് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ പുള്ളിക്കാരനെ 36 അധ്യായങ്ങൾ ജീവൻ ഉള്ളതിനോടാണ് പുള്ളി പ്രവചിച്ചത്. പക്ഷെ ദൈവം 37-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെ കുറിച്ച് പറയുന്നത്, നീ ജീവൻ ഇല്ലാത്തതിനോട് നീ പ്രവചിച്ചു. എന്റെ സഹോദരി ദൈവദാസിമാരെ, ഇതിനകത്ത് ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ട്? ദൈവദാസന്മാരോടെ ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ജീവൻ ഇല്ലാത്തതിനോ ഇനി ഇന്ത്യ കാണാൻ പോകുന്ന ഒരു മിറക്കിളിനെ ഞാൻ ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യാം. ഒത്തിരി ശവസംസ്കാരങ്ങളിലൊക്കെ ഞാൻ ഇന്ന് വരെ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് അത് പറഞ്ഞാൽ എറിക്കത്തുമില്ല, 8 നില പൊട്ടുകയും ചെയ്യും. എനിക്ക് ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. കാരണം ഞാനത് ആഗ്രഹിക്കുന്നു. കർത്താവ് പോയ ഒരു സെമിട്രിയിലും അല്ലെ ഒരു യായിറോസിന്റെ മകളെയൊക്കെ സ്തോത്രം ചെന്നപ്പോ ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങളും കൂടെ പ്രസംഗിക്കണം കേട്ടോ, എനിക്കതൊരു പ്രചോദനമാണ്. യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചു, പുറത്തു കൊണ്ടുവന്നു. മരിച്ച യായിറോസിന്റെ മകളാണ്, അവളെ എഴുന്നേൽപ്പിച്ചു. ലാസറിനെ നാറ്റം വെച്ചവനെ നറുമണം പകര കല്ലറയിൽ ഇറങ്ങിയ നാഥന്റെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് രാത്രി ഒരു സാധ്യത ഈ ഡിവൈസിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോടും പ്രത്യേകം പറയുകയാണ്. സ്തോത്രം. ഇനി ഇന്ത്യ കാണാൻ പോകുന്ന മരിച്ചവർ ഉയർത്തുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ പറയുന്ന പ്ലാറ്റ്ഫോം ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. ഇതിന്റെ അകത്ത് ഇതുപോലെ വീര്യപ്രവർത്തികളുടെ ശുശ്രൂഷ കൈകാര്യം ചെയ്ത ശുശ്രൂഷകന്മാർ ഇതിന് നടുവിലുണ്ട്. ഇതിനകത്ത് എനിക്ക് ദൈവാത്മ പറയുന്നു, പാസ്താവരണം ലിജു എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ലിജു ഉണ്ട്. ലിജു എന്നല്ലേ പറഞ്ഞത്? പേരൊന്നുകൂടെ പറയാമോ? ലിജു എന്ന് പറയുന്നത് ലിജു എന്ന് പറഞ്ഞ ഡിവൈസിലുണ്ടല്ലോ. ഒന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കാം. ഉണ്ട് പാസ്റ്റർ. ഉണ്ട്.
പോവുകയാണ്. ബ്രേക്ക് ആയി പോകുന്നു പാസ്റ്റർ. കുടുംബത്തോട് ബന്ധപ്പെട്ട ദൈവം ഭയങ്കര കർത്താവ് രാത്രി അയച്ചു തുടങ്ങിയ ചില രോഗ കെട്ട് ഈ കാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തെ ഇന്ന് രാത്രി പിശാചി വെച്ചിരിക്കുന്ന സകല അമേൻ ഉദാമന ഹംദര ജഗസിയ ഇന്ന് രാത്രി വിളിച്ചു നോക്കുന്നു. യെസ്, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ എഗസ്കേലിനെ പോലെ താഴ്വരയിൽ നിൽക്കുന്ന സാധ്യതയാ. പക്ഷേ അസ്ഥിയോട് ചേർന്ന് ഈ കാറ്റിനോട് പ്രവചിക്കാൻ എത്ര പേര് കഴിയും? പരിശുദ്ധാത്മാവിനൊന്ന് അനുവദിക്കാമോ? പരിശുദ്ധാത്മാവിനൊന്ന് അനുവദിക്കാമോ? പഴയ നിയമത്തിൽ കാറ്റുകൾ നിരവധി കാറ്റുകൾ അടിച്ചു. ആമേ സ്തോത്രം. ആമേ യോനായെ മടക്കി വരുത്താൻ സമുദ്രത്തിൽ അടിച്ചത് പെരുങ്കാറ്റാണ്. പെരുങ്കാറ്റ് മടക്കി വരുത്തുന്ന കാറ്റാണ്. തലമുറ വേണ്ടി ആമേൻ അവരെ മടക്കി വന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ചില കാറ്റുകൾ ജുഡമന റഗദിനി അന്തര റഗജഗസ്യ കാറ്റടിച്ച് ചിലതിനെ തെളിവാക്കും. മൂവിങ്ങുണ്ടാവും. കർത്താവെ മുന്നോട്ട് പോയ പ്രതിസന്ധി, ആമേ പിന്നോട്ട് പോയാൽ ആമേ പ്രതിസന്ധി എന്ന് ചിന്തിച്ച മോശയുടെ മുമ്പിൽ ചെങ്കടലിനെ അടിച്ചു പിളർന്ന് പുറത്തു കൊണ്ടുവരാം. സമുദ്രത്തിൽ ഒരു കിഴക്കൻ കാറ്റടിച്ചത് വചനത്തിൽ പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാറ്റ് ചിലർക്ക് വേണ്ടി അടി. ഞങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ന് ചിന്തിച്ച് ഇസ്രായേൽ ജനമായിരുന്നപ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ നിവ്യാകാല തലയെ തകർത്ത് കാറ്റടിപ്പിച്ച് പാളയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കാറ്റടിപ്പിച്ച് നിർത്തി കൈ കൊണ്ട് പിടിക്കത്തക്ക രീതിയിൽ ആ നന്മയെ വാങ്ങിച്ചെടുത്തതുപോലെ ചിലർക്ക് വേണ്ടി ചില ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ ചിലർക്ക് വേണ്ടി ചില തുടങ്ങാൻ പോവാ. എന്തോ നമ്മുടെ ഗൾഫുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് അമ്മ സ്തോത്രം നിൽക്കുന്ന അമ്മ ഈ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ആത്മായി ബന്ധപ്പെട്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തെ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് തൊടുന്നതായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ്. ഒരു വലിയ സാധ്യതയെ ദൈവാത്മാവ് വിടുകയാണ്. ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ അടച്ചാട്ടെ. എന്റെ ഈ മെസ്സേജ് ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. മെസ്സേജ് ഇവിടെ തീർന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു ക്രമീകരണത്തിലായത് മാത്രമാണ് ഞാൻ അമ്മ സ്തോത്രം ആ കാതലായ കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു വിടുതലിന്റെ സ്ഥലങ്ങളിലേക്ക് ദൈവം തുറന്നു കൊണ്ടുവരികയാണ്. ഒരു രജനിയുടെ ജീവിതത്തില് ഒരു രജനി എന്ന് പറയുന്ന അമ്മ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകള് അമ്മ പ്രതിസന്ധികൾ നീ അനുഭവിച്ചു. വേദനയുടെ വൈദ്യുതി താണ്ടി എന്നാൽ ഇന്ന് ആത്മാവ് സാരിക്കും വേണ്ടി നിന്റെ കുടുംബത്തിന്റെ വലിയ ആശ്വസിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവിനപ്പം വഴിവെക്കാൻ പോകാമെന്ന് മനുഷ്യ നമ്മൾ സഹായിക്കുന്നു. വൈശവട്ടനം വാദവർ ഒരു നിമിഷം ഡിവൈസിൽ പറ്റുമെന്നവർക്ക് അവൻ ആ ഫോൺ അങ്ങോട്ട് അവൻ മാറ്റിട്ട് അല്പസമയം ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ കർത്താവേ ആമേ കർത്താവ് ഈ ഗ്രൂപ്പിലൂടെ അനേകർ കടന്നു വരുന്ന ജോയിൻ ചെയ്യുന്ന ഒരു വലിയ ഒരു സൗഖ്യ പ്രശ്ന പരിഹാര ഗ്രൂപ്പായി മാറട്ടെ. അങ്ങനെ ദൈവം തരും. പ്രശ്ന പരിഹാര ഗ്രൂപ്പാണ് ഇത്. പ്രശ്നങ്ങളുടെ പരിഹാര ഗ്രൂപ്പ് അതുപോലെ കണക്ട് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ തലങ്ങളിലേക്ക് ദൈവം എത്തത്തക്ക രീതിയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളില് ഉടമന ഈ നിങ്ങളെ പ്രിയ സഹോദരയുടെ ദൈവാത്മാവ് ആത്മാവ് ഇടപെടുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം അല്ല കേട്ടോ. ഇത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചിലരെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ്. പക്ഷേ അല്ല, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ഞാൻ നിങ്ങൾ വലിയ മീറ്റിങ്ങുകൾ കണക്ട് ചെയ്യും. അങ്ങനെയുള്ള ശുശ്രൂഷകളെ ആവർത്തിക്കുന്ന ആത്മാവ് സംസാരിക്കും. ഒരു മാത്യുവിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ എന്റെ പേരുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ്
എന്റെ പേര് റിനു ഡേവിഡ് മാത്യു എന്ന്. അതിന്റെ മാത്യു എന്ന പേരിൽ ഈ ഡിബേഷൻ കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ പേരിൽ എഴുതി ആരെങ്കിലും അങ്ങനെയുള്ള പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലോ ഉണ്ട് പാസ്റ്റർ മാത്യു അല്ല സുവിശേഷകന ഹലോ ഹലോ സുവിശേഷകന ആയിരുന്നു എനിക്ക് കിട്ടുന്നില്ല. ദൈവാത്മാവിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് യേശുവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ഒത്തിരി ജീവിതങ്ങളുടെ മേല് ജീവിതത്തെ ഹലോ പാസ്റ്റർ, ക്ലിയർ അല്ല പാസ്റ്റർ. കേൾക്കാമോ പാസ്റ്റർ? ഹലോ വീഡിയോ ഓഫ് ചെയ്യാൻ കേൾക്കാൻ പറ്റും. വീഡിയോ ഓഫ് ചെയ്ത് അന്നേരം കേൾക്കാൻ പറ്റും ഞങ്ങൾക്ക്. break it in the mighty name of Jesus Christ, Daddy. I break it, Daddy. I break it in the mighty name of Jesus Christ. Pastor, mute ആണ്. Pastor, mute ആണ്. Pastor, mute ആണ്. ഇപ്പൊ കേക്കാം പാസ്റ്റർ. ജീവിതത്തിൽ അടിച്ചത് ഒരു, എന്നാൽ ദൈവത്തിന് ആണോ അദ്ദേഹത്തില് പാസ്റ്റർ ബ്രേക്ക് ആയി പോകുന്നു പാസ്റ്റർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബ ഈ ഗ്രൂപ്പിലെ വലിയ ദൈവപ്രവൃത്തിയായിട്ട് തീരണം. പാസ്റ്റർ ഹലോ, പാസ്റ്റർ പോയോ?